നിങ്ങളുടെ ലൈഫിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി, ഒരു മെൻറ്റർ അല്ലെങ്കിൽ ഒരു നല്ലൊരു സുഹൃത്ത്, നല്ലൊരു പ്രണയിനി, നല്ല വ്യക്തിയായിരുന്നു അല്ലേ? അയാളിപ്പോൾ നിങ്ങളുടെ ലൈഫിലില്ല. ഇതെൻ്റെ അടുത്തൊരു ക്ലൈൻറ്റ് പറഞ്ഞൊരു കാര്യമാണ്. നല്ല രീതിയിൽ നല്ല ഇഷ്ടമായിരുന്നു, ഭയങ്കര സപ്പോർട്ടായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരുമിച്ചിരിക്കാനും കാണാനും ഓടി വരും, ഒരുമിച്ച് ഇരിക്കാനായിട്ട് എത്ര സമയം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യും. വേറെ ഫാമിലി ഉണ്ട് അവർക്ക് കേട്ടോ, രണ്ടുപേർക്കും രണ്ട് ഫാമിലി ഉണ്ട്. പക്ഷേ ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടായിരുന്നത്. പരസ്പരം തുറന്നു പറയാത്തൊരു കാര്യങ്ങളുമില്ല. നല്ല രീതിയിൽ ലൈഫ് മുന്നിലേക്ക് പോകും. അതായത് ഒരാളെ വേദനിപ്പിച്ചുകൊണ്ട് വിഷമിച്ചുകൊണ്ടൊന്നും ഇല്ല, നല്ല രീതിയിൽ പോകും. പക്ഷേ പെട്ടെന്നൊരു ദിവസം കുറച്ച് മാറ്റങ്ങൾ എതിർ നിൽക്കുന്ന വ്യക്തിയിൽ കണ്ടിട്ട് ഇവർക്ക് സഹിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഒരു കരയാണ്, വിഷമം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര, അതായത് ഇവർക്ക് തുറന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു കാർഡ് നോക്കുമോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്തപ്പോൾ കിട്ടിയൊരു കാർഡാണിത്. ഭയങ്കര വിഷമം തോന്നിയൊരു കാര്യമാണ്. സന്തോഷത്തോടു കൂടിയിട്ട് ഒന്നും പറയാനായിട്ട് ഇതിലില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങൾ, നിങ്ങളുടെ ഒരു അഫെയർ കാര്യങ്ങൾ, ഇത് പലർക്കും കണക്റ്റ് ആവുന്ന ഒരു കാര്യം കൂടി ആയിരിക്കും കേട്ടോ. കാരണം നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഫിസിക്കലി നല്ല അറ്റാച്ച്ഡ് ആയിരിക്കാം, മെൻ്റലി നല്ല അറ്റാച്ച്ഡ് ആയിരിക്കാം, നല്ല രീതിയിലുള്ള കംഫർട്ട് സോൺ ആയിരിക്കാം. പക്ഷേ ആ ഒരു റിലേഷൻഷിപ്പ് പുറമെ ഒരുപാട് പേർക്ക് അറിയുമായിരിക്കും അല്ലേ? നിങ്ങൾ ഒരുപാട് പേരെ മുന്നിലൊക്കെ നല്ലൊരു ഫ്രണ്ട് ഉണ്ടെന്ന രീതിയിലൊക്കെ നടന്നപ്പോൾ അതിനെ, ആ വ്യക്തിയെ നിയന്ത്രിക്കാൻ അധികാരമുള്ളവർ അവരെന്നെ നിയന്ത്രിച്ച് വെച്ചിരിക്കുകയാണ്. അത് വാക്കുകൾ കൊണ്ടല്ല, അത് കുറച്ച് ഈവിലായി, അതായത് ഒരു ഡെവിലിൻ്റെ സഹായം കൊണ്ട് അതിനെ നിയന്ത്രിച്ച് വെച്ചിരിക്കുകയാണ്. പക്ഷേ വെരി സൂൺ തന്നെ അവരത് മനസ്സിലാക്കും കേട്ടോ. ഒരു ഇത്ര ടൈമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അത് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ അത്രയും ടൈം ആവാൻ നിങ്ങൾ മെൻ്റലി നിങ്ങൾ പ്രിപ്പയർഡ് ആവും. ഉറക്കം നഷ്ടപ്പെടും, കാരണം നമുക്കൊരു കാര്യം കാണാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. അപ്പോൾ ടൈം പീരീഡ് ഞാൻ പറയുന്നില്ല, വെരി സൂൺ എന്നേ പറയുന്നുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് ആ ഒരു വ്യക്തിനെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അവരും നല്ല രീതിയിൽ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, അവർ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്, എന്താണ് എങ്ങനെയാണ് നിങ്ങൾ എന്നുള്ളതൊക്കെ അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി കാര്യങ്ങൾ വന്ന കാരണം കൊണ്ട് ഇപ്പോൾ നിങ്ങളെ ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാനോ നിങ്ങളോടൊപ്പം യാത്ര ചെയ്യാനോ ഒന്നിനും പറ്റുന്നില്ല. അതായത് അവരെ പൂർണ്ണമായിട്ടും വിലക്കി നിർത്തിയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുമായിട്ടുള്ള നല്ല നല്ല നിമിഷങ്ങൾ കാര്യങ്ങളെല്ലാം മാനിഫെസ്റ്റ് ചെയ്യുക. നല്ല രീതിയിൽ വീണ്ടും ആ ഒരു ബന്ധം നിങ്ങളിലേക്ക് വന്നു എന്നുള്ളത് ശക്തമായി തന്നെ വിശ്വസിക്കുക. അതുപോലെ തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആരാണോ എന്താണോ എങ്ങനെയാണോ ചെയ്തു വെച്ചിരിക്കുന്നത് വെച്ചാൽ അത് അവരുടെ ലൈഫിലേക്ക് തന്നെ തിരിച്ചു പോയി ഈ വ്യക്തി സത്യങ്ങൾ കാര്യങ്ങളെല്ലാം അറിയാനായിട്ട് എല്ലാ ദിവസവും മനസ്സിൽ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. അതൊരു കാര്യം തിരിച്ചറിഞ്ഞതിന് പ്രപഞ്ചത്തോട് നന്ദി പറയുക. അത്രമാത്രം ചെയ്താൽ മതി. എന്നും മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക, ഈ ഒരു വ്യക്തിയിലുള്ള തെറ്റിദ്ധാരണകളെല്ലാം മാറി എൻ്റെ ലൈഫിലേക്ക് നല്ല രീതിയിൽ പഴയതുപോലെ സന്തോഷത്തോടെ സമാധാനത്തോടെ ആ വ്യക്തി കടന്നു വന്നതിന് പ്രപഞ്ചത്തോട് നന്ദി പറയുന്നു എന്നുള്ള രീതിയിൽ എല്ലാ ദിവസവും മാനിഫെസ്റ്റ് ചെയ്യുക, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക. ഈ വ്യക്തിയെ എന്നിൽ കൂട്ടുകൂടാതിരിക്കാനായിട്ട് എന്താണ് അവരെ നിയന്ത്രിച്ചിരിക്കുന്നത്, എന്ത് കാര്യങ്ങൾ കൊണ്ടാണ്, എന്ത് വിലയാണ് അവർക്ക് വന്നിരിക്കുന്നത്, അതൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അതിൽ നിന്നെല്ലാം ഒരു മോചിതനാവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് സാധിച്ചു തന്ന പ്രപഞ്ചത്തോട് നന്ദി പറയുന്നു. ഇത്രയും മതി നിങ്ങൾ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാനായിട്ട്. വിഷമിക്കരുത്. എന്തെങ്കിലും ഇതുപോലുള്ള പേഴ്സണൽ റീഡിങ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമുക്കത് നോക്കി പരിഹരിക്കാം മാക്സിമം. അപ്പോൾ എല്ലാ സപ്പോർട്ടേഴ്സിനും നന്ദിയുണ്ട്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.